എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മാമ്പഴം കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, മാമ്പഴ moloshyam. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ മാമ്പഴ moloshyam ഉണ്ടാക്കാനായിട്ട് ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ചെറിയ മാങ്ങ, നമ്മളിങ്ങനെ ചപ്പി കുടിക്കുന്ന മാങ്ങ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള മാങ്ങ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊലി ഇതുപോലെ അങ്ങ് വലിച്ച് ഇതാക്കിയാണ് കളയേണ്ടത്. മറ്റുള്ള മാങ്ങ ചെത്തുന്ന പോലെയല്ല, ഇതുപോലെ വലിച്ചെടുത്ത് കളയണം. അങ്ങനെ എല്ലാ മാങ്ങയും തൊലി കളഞ്ഞെടുക്കുക. ഇപ്പോൾ മാങ്ങയെല്ലാം തൊലി കളഞ്ഞെടുത്തു. ഇനി അതിൻ്റെ 2 സൈഡ് ചെത്തിയിട്ട് 2 പീസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെത്തിയെടുത്താൽ മതി. വളരെ ചെറിയ പീസായിരിക്കും, ചെറിയ മാങ്ങയാണല്ലോ. ഇതുപോലെ ചെത്തിയിട്ട് ഒന്നുമില്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇടുക, അല്ലെങ്കിൽ ഇതുപോലെ മുറിച്ചിടാം. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അങ്ങനെ എല്ലാ മാങ്ങയും ഇതുപോലെ 2 സൈഡും മുറിച്ചെടുക്കുക. ഇനി വേണ്ടത് ചക്കക്കുരുവാണ്. ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് 2ആയി മുറിച്ചെടുക്കുക. ഇങ്ങനെ നീളത്തിൽ മുറിക്കണമെന്നൊന്നുമില്ല, വട്ടത്തിൽ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എല്ലാം മുറിച്ചെടുത്തിട്ട് പിന്നെ വേണ്ടത് പച്ചമുളക്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 4 എണ്ണം എടുത്തിട്ടുണ്ട്. മാമ്പഴം ആയതുകൊണ്ട് കുറച്ച് എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം. ഇത് തോരപ്പരിപ്പാണ്, നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പ്. അതൊരു 1/2 കപ്പിലും താഴെയാണ് എടുത്തിരിക്കുന്നത്. ഇനി പരിപ്പ് നന്നായി കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരു പിന്നെ മാമ്പഴവും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്നിച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആ പരിപ്പ് നന്നായിട്ട് വെന്ത് കുതിർന്ന് വരും, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. പച്ചമുളക് നെടുകെ കീറി ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം. മാമ്പഴം ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ എരിവ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മധുരമുള്ള ഒരു കറിയായി മാറും. ഇത് മധുരവും നല്ല എരിവും ഉള്ള കറിയാണ് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിൽ മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. കുക്കർ അടച്ച് വെച്ചിട്ട് പരിപ്പ് നന്നായിട്ട് വേവുന്നിടം വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി ആയിട്ട് ഇരിക്കണം കേട്ടോ. ആ പരിപ്പ് നന്നായിട്ട് കുറുകി വരണം. ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ വേപ്പില എന്നാണ് ഇതിന് പറയാറ്. അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു വേപ്പില എന്ന് പറയുമ്പോൾ ആര്യവേപ്പിൻ്റെ ഇലയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ ഈ കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട.